ഹായ് ഫ്രണ്ട്സ്, ഹെൽത്തി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. 100 ഉണ്ണിയപ്പത്തിൻ്റെ അളവ് സൈതാണെന്ന് പറഞ്ഞു തരുന്നത്. ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതേ എണ്ണവും കിട്ടും, അത്ര സോഫ്റ്റായ ഉണ്ണിയപ്പം കിട്ടുന്നതാണ്. ഉണ്ണിയപ്പത്തിന് ആവശ്യമായത് പച്ചരി, ശർക്കര, പഴം എന്നിവയാണ്. അതിൽ പച്ചരി നല്ലോണം 1 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം വെള്ളം പാർന്ന് ഒരു 4 മണിക്കൂർ കുതിർത്താൻ വയ്ക്കുക. അതിന് ശേഷം അത് നല്ലോണം കഴുകി വാരിയെടുത്തതിന് ശേഷം അതിലേക്ക് നല്ല ജീരകവും കുറച്ച് ഏലക്കായും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തതിലേക്ക് ഒരു 8 കായ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ കായ പഴമായതുകൊണ്ടാണ്. കുറച്ച് വലുപ്പമുള്ള ടൈപ്പാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതി. അത് നന്നായി അരച്ച് ഇതിൽ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച 1 കിലോ ശർക്കര 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കി മാറ്റി വയ്ക്കുക. അതിന് ശേഷം ആദ്യം മാറ്റി വെച്ച മാവിലേക്ക് ഒരു 250 മൈദപ്പൊടി അത് ഇട്ടിട്ട് കുറേശ്ശെയായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഇളക്കി നല്ല കട്ടയൊക്കെ പോക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഉരുക്കി വെച്ച ശർക്കര മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു ഇളം ചൂടോടെ വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് അത് മൂടി മാറ്റി വയ്ക്കുക. ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവ് എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് എള്ള്, അത് നിങ്ങളുടെ പാകത്തിന് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. കുറച്ച് എള്ള് എടുത്തിട്ട് അത് അതിലേക്ക് കഴുകി അരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് നെയ്യും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം നന്നായിട്ട് ആ കട്ടയൊക്കെ ഉടച്ച് നെയ്യൊക്കെ ഇട്ടത് നന്നായിട്ട് അതിൽ ചേരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് ചുട്ടെടുക്കാം. അതിൻ്റെ മാവിൻ്റെ പാകം എന്ന് പറയുകയാണെങ്കിൽ ഓവർ കട്ടിയും ഉണ്ടാവരുത്, ഓവർ ലൂസായും പോകരുത്. അങ്ങനെയുള്ളൊരു പാകത്തിൽ വെള്ളം ലൂസായി പോയി കഴിഞ്ഞൊക്കെയാണെങ്കിൽ അത് ഓയിലൊക്കെ ഒരുപാട് ചിലവാകുന്നതാണ്. അപ്പോൾ നമുക്ക് അടുപ്പത്തൊരു പാത്രം ഉണ്ണിയപ്പം ചട്ടി വെച്ച് ഓയിൽ ചൂടായതിന് ശേഷം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഗ്ലാസ്സിൽ ആണ് എടുത്തത്. അതാകുമ്പോൾ എനിക്ക് ഒഴിക്കാൻ സുഖമാണ്, അതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിലെടുത്തത്. അങ്ങനെ ഒഴിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. എനിക്ക് കറക്റ്റ് 100 എണ്ണം തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പമുള്ള ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് 100 എണ്ണം തന്നെ കറക്റ്റ് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യാനും ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക.